പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഇഹ്ലാമുദ്ദീൻ ബിൻ സുലൈമാൻ. അപ്പോൾ ആടുകളുടെ മീറ്റിൻ്റെ രീതികളാണ്. എല്ലാ ആടുകളും കാണുമ്പോൾ ഏതാണ്ട് നമുക്ക് പെട്ടെന്നൊരു ആട് മീറ്റ് ഉപയോഗിക്കുന്ന ഇറച്ചി മീറ്റ് വിതരണം ചെയ്യുന്ന ആളുകൾക്ക് കാണുമ്പോൾ ആടായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് ലൈവ് വെയിറ്റ് എടുക്കുമ്പോൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ആടുകളിൽ 48% ആട് കിട്ടുന്നതുണ്ട്, 50% മീറ്റ് കിട്ടുന്നതുണ്ട്, 55%, 65% എന്ന രീതിയിലാണ് ആടിൻ്റെ മീറ്റുകൾ ലഭ്യമാകുന്നത്. ഇത് അജ്മീരിൻ്റെ ആടുകളാണ്. ഇതിൽ കിട്ടുന്ന മീറ്റ് അതേപോലെ രാജസ്ഥാൻ്റെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകൾക്കും ആടുകളുണ്ട്, ബ്രീഡുകളുണ്ട്. ആടിൻ്റെ തീറ്റ കൊടുക്കുന്ന രീതിയിൽ തന്നെ ആടുകളുടെ ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. വളരെ ദാരിദ്ര്യത്തിലുള്ള ജില്ലകളിൽ ആട് വളർത്തുന്ന കർഷകർക്ക് അവിടെ വളർത്തുന്ന ആടുകൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, അതിൻ്റേതായ ടേസ്റ്റിൻ്റെ കുറവ് നിലവിലുണ്ട് ആടുകൾക്ക്. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ്റെ ആടുകളാണ്, അപ്പോൾ വരവാടാണ്, ടേസ്റ്റ് ഇല്ല എന്നുള്ള ഒരു സംസാരം നമ്മുടെ അല്ലെങ്കിൽ ഒരു അഭിപ്രായങ്ങൾ നമ്മുടെ ഈ മീറ്റിൻ്റെ മേഖലകളിൽ ഉണ്ടാവാറുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ അറിഞ്ഞ് മീറ്റ് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ആടുകളെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും വിദേശത്തേക്ക് ആടുകളെ എടുക്കുന്നില്ല. അതായത് വെളിയിലേക്ക് വിടുന്ന ആടുകൾ എവിടത്തെയാണ്? നമ്മുടെ രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തുള്ള ആടുകളാണ് വെളിയിലോട്ട് ആടുകളെ എടുക്കുന്നത്. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അവിടുത്തെ ആടുകൾ. നോക്കിയെടുക്കാൻ പോകണം. ഇപ്പോൾ നമ്മളെ അവിടെ പറ്റിക്കാൻ വേണ്ടി ആളുകൾ നിൽക്കുന്നുണ്ട്. അവർക്ക് 220, 160, 180 എന്നെല്ലാം പറഞ്ഞ് ആടുകളെ തരാൻ കഴിയും. നമുക്കിവിടെ കൊണ്ടുവന്ന് മുട്ടന്മാടായിരുന്നാലും 380-നും 400-നും എല്ലാം നിലവിൽ കൊടുക്കാൻ കഴിയും. പക്ഷേ കൊണ്ടുപോകുന്ന കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നവർക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നല്ലത് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ 65% കിട്ടുന്ന ആടുകളെ നമ്മൾ മീറ്റിന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ ഗുണനിലവാരം നമുക്ക് കച്ചവടത്തിലുണ്ടാവുകയും നമുക്ക് കൂടുതൽ ആളുകൾ ഇതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ വളർച്ചയുടെ നിരക്ക് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന ആടുകൾ സെലക്റ്റീവായിട്ട് കൊണ്ടുവരുന്ന 2 പല്ലിനകത്ത് വരുന്ന മുട്ടനാടുകളാണ്. ഈ 2 പല്ലിനകത്ത് വരുന്ന മുട്ടനാടുകൾ എത്ര ബോഡി വെയിറ്റ് വന്നിരുന്നാലും അതിൻ്റെ ഇറച്ചിക്ക് ചുവക്കുകയോ അല്ലെങ്കിൽ മാംസവ്യത്യാസങ്ങൾ വരികയോ ചെയ്യുകയില്ല. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ ആടിൻ്റെ ഇറച്ചി നമ്മൾ അറുത്ത് തൂക്കുമ്പോഴേക്കും ആദ്യം ചുവന്നിരിക്കുകയും പിന്നീട് കറുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി ആക്കുന്ന സമയത്ത് മാംസം കറുത്തു പോകുന്ന രീതിയുണ്ട്. അത് ആടിൻ്റേതായ വളർച്ച കൂടുതൽ വരുന്ന ആടുകളാണ്. ചിലവർ വില കുറച്ച് കൊടുക്കാൻ എന്ന രീതിയിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആടിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഏറ്റവും നല്ല മീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജസ്ഥാനിലുള്ള ആടുകൾ തന്നെയാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മീറ്റുള്ളത്. അത് അറിഞ്ഞ് പിടിക്കണം. ആടുകളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകുള്ളൂ. കച്ചവട രീതിയിൽ നോക്കുന്നവർക്ക് അതെന്ത് ചെയ്യാൻ പറ്റില്ല, കഴിയില്ല. നമുക്ക് ഇന്നലെ 220 ആട് വന്നിടത്ത് ഇപ്പോൾ നമുക്ക് 76 ആടാണ് ഉള്ളത്. ഒരു ദിവസം കൊണ്ട് ഇത്രയും ആട് തീരുന്നത് ഉപയോഗിക്കുന്ന കസ്റ്റമറുകൾ വീണ്ടും നമ്മളിൽ നിന്ന് എടുക്കുന്നതാണ്. ഒരാഴ്ചയിൽ ശരാശരി 600 ആട് വരെ നമുക്ക് വിൽക്കുന്നത് ഇവിടുത്തെ ആടുകളുടെ ക്വാളിറ്റി ആളുകൾ ഉപയോഗിച്ചത് കൊണ്ടാണ്. ആടുകളുടെ ക്വാളിറ്റി ആളുകൾ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത്രത്തോളം പോകുന്നത്. ഇതെല്ലാം കിടക്കുന്ന ആടുകളെല്ലാം 65% മീറ്റ് വരുന്ന ആടുകളാണ് ഈ കാണുന്ന ആടുകളെല്ലാം. അപ്പോൾ വാങ്ങിക്കുന്നവർക്ക് ഗുണകരമായി കഴിഞ്ഞാൽ, തീർച്ചയായും ലാഭകരമായി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വളരെയേറെ ലാഭകരമായിരിക്കും, ഉറപ്പ്.